ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ആശയമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് ചാനൽ വഴിയും വീഡിയോ വഴിയും പിന്നെ നമ്മുടെ ചാനൽ വഴിയൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ അത്. അപ്പം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച എന്ന് വെച്ചാൽ എന്തെന്നറിയില്ലേ, നമ്മളെ വേടനെക്കുറിച്ചാണ്. അതായത് നമ്മളെ വേടൻ ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് വലിയൊരു മുതൽക്കൂട്ടാണ്. സർക്കാരിനെന്ന് മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ്. അതായത് അദ്ദേഹം ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അവിടെ അനേകം ലക്ഷക്കണക്കിന് ആൾക്കാരവിടെ പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും അവിടെ വന്ന്, അതായത് ഞാൻ ഒരു ചെറിയ രീതിയിലാണത് തുടങ്ങുന്നതെന്നുള്ളതേ ഉള്ളൂ. അതായത് ചായക്കടകളാകട്ടെ, മുറുക്കാൻ കടകളാകട്ടെ, പെട്ടിക്കടകളാകട്ടെ, ഈ എല്ലാ കടവഴിയും ന്യായമായിട്ട് കച്ചവടം കിട്ടുന്നതാണ് അന്നത്തെ ദിവസം. അപ്പോൾ ആ കച്ചവടം കിട്ടുന്ന ആ കാശ് GST ആയിട്ടും നമ്മുടെ സർക്കാരിലേക്ക് ചെല്ലുന്നുണ്ട് ഒരു ഭാഗം. അപ്പോൾ അത് ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും ആകട്ടെ, നമ്മളിപ്പം അയാൾ വന്ന വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയോ ഒന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നല്ലൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി വേണ്ട, വിദേശത്ത് പുള്ളി സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്നു. അദ്ദേഹത്തിൻ്റെ മെയ്യും ശരീരവും ഒക്കെ മറന്നാണ് അദ്ദേഹം ഡാൻസും പാട്ടും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പാട്ടുകളൊക്കെ ചെയ്ത് അദ്ദേഹം കൊണ്ടുവരുന്നു. അത് വിദേശ നാടുകളിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആ കാശും നമ്മുടെ ഇന്ത്യയിലേക്കാണ് വരുന്നത്, നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മൾ ഒത്തിരി വലിയ കാര്യങ്ങളായിട്ട് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്കാണ് ചെല്ലുന്നത്. പക്ഷെ അത് ഒരു ചെറിയ രീതിയിൽ അങ്ങ് എടുത്തു വയ്ക്കുക. നമ്മൾ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരാരും ഈ ലോകത്തില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് എന്താണ്ടോ കഴിക്കുന്നു, മദ്യപിക്കുന്നു എന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല കേട്ടോ. അദ്ദേഹം TV ചാനലിൽ വന്ന് പറഞ്ഞു, ജനങ്ങളുടെ അടുത്ത് മാപ്പ് വരെ പറഞ്ഞു അദ്ദേഹം. അതായത് പുള്ളി പറഞ്ഞ എന്താ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, എനിക്ക് അത് ഇത്ര വലിയ ഭീകരമായിട്ടുള്ളൊരു തെറ്റായിട്ട് കണ്ടില്ല, അല്ലെങ്കിൽ അത് ഇത്രയും ഒരു പ്രശ്നമാണെന്ന് അറിയത്തില്ലായിരുന്നു, അതിന് ക്ഷമ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ക്ഷമ ചോദിച്ചപ്പം അവിടെക്കാണ്ട് കഴിഞ്ഞില്ല എല്ലാം. പിന്നെ നമ്മൾ വീണ്ടും ഓരോരുത്തരായിട്ട് അദ്ദേഹത്തെ, ഞാനിപ്പോൾ പേരെടുത്ത് ആരുടെയും പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറയുമ്പോൾ പിന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പകരം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേടനെ അദ്ദേഹത്തിൻ്റെ ലെവലിൽ അയാൾ എന്താണോ കാണിക്കുന്നത്, ആ കാണിക്കുന്നത് മുഴുവനും നമ്മുടെ ഇന്നത്തെ ഒരു 9 ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മേളിലേക്ക് 50 വയസ്സ് 60 വയസ്സുള്ളവരും അത് അനുഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെന്ന് പറയുന്നുമുണ്ട്. ഈ കഴിഞ്ഞ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഞാൻ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിനകത്തൊരു മേലാത്തൊരു കൊച്ച് കൊണ്ടുവന്ന്, അപ്പം അവരുടെ വീട്ടുകാർ വിളിച്ചെന്നാണ് പറഞ്ഞത്, വേടൻ്റെ ഡാൻസും പാട്ടും കൊച്ച് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കൊച്ച് നേരെയാവും, അല്ലെങ്കിൽ കൊച്ചിൻ്റെ അസുഖം മാറുമെന്ന്. അപ്പം അദ്ദേഹം ഉടനെ തന്നെ അത് ഒരു മടിയും കൂടാതെ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോയിൽ കൊണ്ടുവന്നു. നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളെ മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മളൊരാളെക്കുറിച്ച് കുറ്റങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതശൈലി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അയാൾ വന്ന വഴി നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഇവിടം വരെ എത്തിയ ആളാണ്. അപ്പോൾ അങ്ങോട്ട് പൂർവ്വകാലമൊന്നും നമ്മൾ ചിന്നിച്ചേറാൻ പോകുന്നില്ല. എന്നാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജനിക്കുമ്പോഴേ കാശ് കൊണ്ട് ആരും ജനിക്കാറില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ നമുക്ക് സാമ്പത്തികം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേടനും ഇച്ചിരി നല്ല ഒരു പരിപാടി കാഴ്ചവെച്ചു. ഇല്ലെങ്കിൽ പഴയ ആദ്യകാലം പുള്ളി ചെയ്തത് ചിലപ്പോൾ ഇച്ചിരി വൾഗറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അതിനകത്ത് തെറ്റ് പറയാനില്ല. എന്നു പറഞ്ഞാൽ ആ സമയത്ത് പുള്ളി ചെയ്തതുകൊണ്ടായിരിക്കാം ഇന്ന് പുള്ളി വേടൻ എന്നുള്ള ഒരു ലെവലിൽ ഇവിടെ എത്തിയത്. അതുമാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കുക, നമ്മൾ ആരെങ്കിലും ഒരാൾ ഇരട്ടപ്പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടനെ തിരിഞ്ഞു നിന്ന് അവന് തെറിയും പറഞ്ഞ് അവൻ്റെ തന്തയ്ക്കും പറഞ്ഞ് അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷേ വേടൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് ഇരട്ടപ്പേര് കൊണ്ട് വിളിച്ച അത് തന്നെ പുള്ളിയുടെ ഒരു ബ്രാൻഡ് നെയിമാക്കി പുള്ളി മാറ്റി. അതാരെക്കൊണ്ട് സാധിക്കും? എത്ര പേരത് ചെയ്യും?
അപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മകൾ നമ്മൾ മനസ്സിലാക്കിക്കേ. അയാളെ ആരാണോ വെറുക്കപ്പെട്ടത് ഇന്ന് അവർ അയാളെ തോളിൽ കൈയിട്ട് നടക്കുന്നുണ്ടാവാം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പം ഞാൻ പറയുമ്പം ഞാൻ വൺ സൈഡ് മാത്രമല്ല പറയുന്നത് കേട്ടോ, ടു സൈഡും പറയുന്നുണ്ട്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു പയ്യനും കൂടെയാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു ചെറുപ്പക്കാരനൊരു പയ്യൻ ഭാവിയിലൊരു മൈക്കിൾ ജാക്സനായി മാറേണ്ട ഒരാളാണ്. അതായത് ഭാവിയിലല്ല, ഇപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, ലക്ഷക്കണക്കിന് ആരാധകർ. ആർക്കാ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആരാധകരുള്ളത്? ഇല്ല, ആരുമില്ല. ഞാൻ നോക്കിയിട്ട് ഇദ്ദേഹത്തിന് വേടൻ മാത്രമേ ഉള്ളൂ. വേടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും പുറത്തു നിന്നില്ല കേട്ടോ. ഞാൻ കണ്ടിടത്തോളം അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി ചേർന്ന് മാത്രം ഈ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടത്തി പോണതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ചെളിവാരി എറിയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്കെതിരെ ഇദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അയാൾ നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറഞ്ഞായിട്ട് ഞാൻ കേൾക്കുന്നില്ല, അതിനകത്തൊന്നും കാണുന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ആരെയും വിമർശിക്കാം. അതായത് ഇപ്പോൾ പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അച്യുതാനന്ദനെ, പിന്നെ ഉമ്മൻചാണ്ടീനെ, ഇവരെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാമിൽ എന്തോരം ആൾക്കാർ കളിയാക്കുന്നുണ്ട്. നമ്മളെ നയനാരിനെ ആകട്ടെ, കെ കരുണാകരനാകട്ടെ, വേണ്ട കരുണാകരൻ്റെ മകൻ മുരളിയാകട്ടെ, എല്ലാവരെയും. അപ്പം ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും ഈ മിമിക്രിക്കാർ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് കാലത്ത് എന്തോരം കേസെടുക്കണമായിരുന്നു എല്ലാവർക്കും എതിരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ കുറച്ചിട്ട് നമ്മൾ ഇതൊരു തമാശയായിട്ട് മാത്രം എടുക്കുക. അതായത് വേടം കാണിച്ച ഒരു പാട്ട്, അല്ലെങ്കിൽ ആ പാട്ടിനകത്ത് വന്ന ചില വർത്തമാന ശൈലിയിലാണല്ലോ വരുന്നത്. ഇപ്പം വർത്തമാനം ആർക്കും പറയാൻ പാടില്ല. നമ്മളിപ്പോൾ എല്ലാവരും എന്തെല്ലാം വർത്തമാനം ഡെയിലി നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ കണ്ണുകൊണ്ട് മാത്രം അത് കാണുക.